അടിയന്തരാവസ്ഥ കാലത്തെ RSS സഹകരണ പ്രസ്താവനയാണ് നിലമ്പൂരിലെ പുതിയ വിവാദം. പ്രസ്താവന UDF ആയുധമാക്കിയതോടെ വിശദീകരണവുമായി MV ഗോവിന്ദൻ രംഗത്തെത്തി. തന്റെ പ്രസ്താവന മാധ്യമങ്ങൾ വളച്ചൊടിച്ചെന്നാണ് MV ഗോവിന്ദന്റെ വിമർശനം. RSS വർഗീയവാദിയാണല്ലോ, ചേർന്നിട്ടുണ്ടായിരുന്നു. എന്ത് വിവാദം വരാൻ? സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ വിവാദമായി പോകും. എന്നാൽ 1957 കഴിഞ്ഞ് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടം വന്നപ്പോൾ RSSുമായിട്ട് പരസ്പരം ചേർന്നില്ലേ? അത്ര കണ്ടാൽ മതി. ഞങ്ങൾക്കൊരു ഭയമില്ല, തെല്ല് ഭയമില്ല. തുടർന്ന് അടിയന്തരാവസ്ഥ വന്നാൽ പിന്നെ അർദ്ധഫാസിസത്തിൻ്റെ രീതിയിലേക്ക് വന്നാൽ പിന്നെ വേറെ എന്തെങ്കിലും മാറ്റം നോക്കേണ്ടിയിട്ടുണ്ടോ? ഫാസിസത്തിൻ്റെ അവസാനം വരുത്തുക എന്നുള്ളതാണല്ലോ പിന്നത്തെ മുദ്രാവാക്യം. അങ്ങനെ വരുമ്പോൾ അടിയന്തരാവസ്ഥ RB കാർഡിൽ യോജിക്കാവുന്നവരെല്ലാമായി യോജിച്ചില്ലേ കേരളത്തിലും ഇന്ത്യയിലും? എന്നാൽ RSSനോട് ഒരു കാലത്തും CPM സഹകരിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. MV ഗോവിന്ദൻ പറഞ്ഞതിൽ ഗോവിന്ദൻ തന്നെ വിശദീകരണം നൽകി. RSSുമായി കോൺഗ്രസിനാണ് ബന്ധം. ഒരു വർഗീയ ശക്തിയോടും CPM യോജിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേൾക്കാം. ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണാജനകമായി വാർത്തകൾ വന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം തന്നെ വസ്തുതകൾ എന്താണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഞങ്ങളിൽ ആരെങ്കിലും RSSനെ പ്രീണിപ്പിക്കുന്ന നിലപാട് ഒരു ഘട്ടത്തിലും സ്വീകരിച്ചിട്ടില്ല. ഇന്നലെയും യോജിപ്പില്ല, ഇന്നും യോജിപ്പില്ല, നാളെയും യോജിപ്പുണ്ടാവില്ല. RSS ശാഖക്ക് കാവൽ നിൽക്കലായിരുന്നു അന്നേരം ഞങ്ങളുടെ പണിയെന്ന് പറഞ്ഞത് കോൺഗ്രസിന്റെ പഴയ KPCC പ്രസിഡന്റല്ലേ? ഏറ്റവും വിശ്വസിക്കാവുന്ന മിത്രം എന്ന നിലക്ക് കണ്ടതുകൊണ്ടല്ലേ കാവൽ നിൽക്കാൻ RSSകാര് കോൺഗ്രസ് നേതാക്കളെ സമീപിച്ചത്? ഞങ്ങൾ ഒരു കാലത്തും ഒരു ഭാഗത്ത് ഒരു വർഗീയ ശക്തിയും മറ്റൊരു ഭാഗത്ത് മറ്റൊരു വർഗീയ ശക്തിയെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടില്ല. ഒരു വർഗീയതയെയും ഒന്നിച്ചു നിർത്താൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല. നിലമ്പൂരിൽ MV ഗോവിന്ദന്റെ പ്രസ്താവന അനുകൂലമാകുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. പരിഹസിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. അതും കേൾക്കാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ നടത്തിയ പ്രസ്താവന പഴയ RSS കൂട്ടുകെട്ടിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ്. പ്രത്യക്ഷത്തിൽ നമുക്കത് അനവസരത്തിലുള്ളൊരു പ്രസ്താവനയാണ് എന്ന് തോന്നുമെങ്കിലും അത് വളരെ ബുദ്ധിപൂർവമായി CPM പ്ലാൻ ചെയ്ത് സെക്രട്ടറിയെ കൊണ്ട് നടത്തിച്ച പ്രസ്താവനയാണ്. നമ്മൾ ഇടയ്ക്ക് വേർപിരിഞ്ഞെങ്കിലും പണ്ട് നമ്മൾ വലിയ കൂട്ടുകാരായിരുന്നു, നമ്മൾ ഒരുമിച്ചായിരുന്നു എന്ന ഒരു പ്രണയിനിയുടെ പ്രണയാർദ്രമായ അപേക്ഷ പോലെ ഇപ്പോൾ സഹായിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ്. കോൺഗ്രസ് വിരുദ്ധതയുടെ ഭാഗമായി ഇഷ്ടമുള്ള സമയത്ത് 67-ലും 75-ലും 89-ലും ഇപ്പോഴും CPM BJPയുമായും RSSുമായും കൂട്ടുകൂടുക. റോഷി പാൽ നമുക്കൊപ്പമുണ്ട്. റോഷി, ഗുഡ് ഈവനിങ്. റോഷി, ഇനിയിപ്പോൾ ഈ രാത്രി കഴിഞ്ഞാൽ നാളെ പുലർച്ചെ നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ തന്നെ പോളിംഗ് സാമഗ്രികളൊക്കെ വാങ്ങി ഉദ്യോഗസ്ഥരൊക്കെ കാത്തിരിപ്പുമാണ്. ഇതിനിടയിലാണ് ഈ പുതിയ വിവാദം വരുന്നതും. വോട്ടർമാരുടെ മനസ്സിൽ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുമോ? പ്രതിപക്ഷത്തിൻ്റെ കണക്കുകൂട്ടൽ എങ്ങനെയാണ്? LDF അനവസരത്തിലുള്ള ഈ പ്രയോഗം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ LDF പ്രവർത്തകർക്ക്? അരുൺകുമാർ, നിലമ്പൂരിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് നിശബ്ദ പ്രചാരണം നടക്കുന്ന ഘട്ടത്തിലാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവന വിവാദമായി ആളിക്കത്തുന്നത്. അത് അപകടമാകുമെന്ന് കരുതി തന്നെയാണ് പിന്നീട് കൂടുതൽ വിശദീകരണവുമായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ രംഗത്തെത്തിയത്. സ്ഥാനാർത്ഥിയും ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകി. വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കൃത്യമായ വിശദീകരണം നൽകിയതോടെ പ്രവർത്തകരുടെ ആശങ്ക അവിടെ അവസാനിച്ചു എന്നാണ് CPM കേന്ദ്രങ്ങളിൽ നിന്നും LDF ക്യാമ്പിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസ കുറവുണ്ടായിരുന്നു. കാരണം ഈ ഘട്ടത്തിൽ എന്തിനാണ് പാർട്ടി സെക്രട്ടറി ഇങ്ങനെ ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയതെന്ന്. കാരണം വലിയ രീതിയിൽ LDFന് മുന്നേറ്റമുണ്ടായെന്ന് CPM LDF വിലയിരുത്തലുണ്ട്. അങ്ങനെ വിലയിരുത്തലുള്ള ഘട്ടത്തിൽ എന്തിനിങ്ങനെ ഒരു പ്രസ്താവന എന്നായിരുന്നു രാവിലത്തെ ചോദ്യം. പക്ഷേ അവർ ആത്മവിശ്വാസം വീണ്ടെടുത്തു എന്നാണ്. പക്ഷേ UDFനെ സംബന്ധിച്ചിടത്തോളം MV ഗോവിന്ദന്റെ ഈ പ്രസ്താവന അവർക്ക് അവസാനം ലഭിച്ച ഈ ആയുധം അതൊരു സുവർണാവസരമായി തന്നെ കണ്ടുകൊണ്ട് അത് പരമാവധി വോട്ടർമാരിലേക്ക് എത്തിക്കാനുള്ള ശ്രമം അപ്പോൾ തന്നെ തുടങ്ങിയിരുന്നു. നേതാക്കൾ ഒന്നടങ്കം ഈ കാര്യത്തിൽ MV ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വരുന്നതിനൊപ്പം നേരത്തെ തങ്ങൾ പറഞ്ഞ BJP CPM കൂട്ടുകെട്ട് സത്യമാണെന്ന് ഇപ്പോൾ തെളിയുന്നു എന്ന തരത്തിലുള്ള പ്രചാരണമാണ് നടത്തിയത്. അത് അനുകൂലമാകും. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ UDFന് അനുകൂലമായി
ചിന്തിക്കാൻ എം വി ഗോവിന്ദന്റെ ഈ പ്രസ്താവന കാരണമാകുമെന്നാണ് UDFന്റെ കണക്കൂട്ടൽ. അതോടുകൂടി വലിയ ഭൂരിപക്ഷത്തോടെ അരിയാട് ഷൗക്കത്തിന് വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും UDF നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ ഇത് പൂർണ്ണമായും വോട്ടർമാർക്കിടയിൽ എത്തിയോ എന്ന് വ്യക്തമല്ല. കാരണം അവസാന ഘട്ടത്തിൽ നടക്കുന്ന പ്രചാരണങ്ങളൊന്നും കൃത്യമായി വോട്ടർമാരിലേക്ക് എത്തണമെന്നില്ല. മറ്റു പല ജനകീയ വിഷയങ്ങളടക്കം രണ്ടുപേരും ചർച്ചയാക്കിയതാണ്, രണ്ട് മുന്നണികളും. പക്ഷേ ഇന്ന് ദിവസം പൂർണ്ണമായും ഈ വിവാദത്തിൽ മാത്രമായിരുന്നു ചർച്ചകൾ നടന്നത്. അത് ഓരോ ഘട്ടത്തിലും വീട് സന്ദർശിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ സ്വാഭാവികമായും ആ UDFന്റെ പ്രവർത്തകന്മാർ കൃത്യമായി അത് വോട്ടർമാരിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. താങ്ക് യു. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.